കൂട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മഹേഷ് ആകെപ്പാടെ അസ്വസ്ഥനാണ്. കാരണം ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ കേരള ചാപ്റ്റേഴ്സ് വിൽക്കുകയെന്ന് ഒരു ന്യൂസൊക്കെ പുറത്തു വന്നു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആകാശാണ് വാങ്ങുന്നത്. അപ്പൊ തന്നെ CEO പദവി നിറക്കാൻ വേണ്ടിയിട്ടുള്ള അവന്റെ വലിയ തന്ത്രമാണ്. അവൻ തനിക്കെതിരെ കളിച്ചിരിക്കുന്നു. ഇതൊരു കാരണവശാലും നടന്നുകൂടാ. അതിനേക്കാളുപരി വിവേക് പറഞ്ഞ കാര്യമാണ്. താ വിനോദിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും അപ്പൊ അവനെതിരെ നീങ്ങണം. പക്ഷെ എങ്ങനെ സാധിക്കും അത്? അല്ലെങ്കിൽ തന്റെ CEO പദവി പോകും. പക്ഷെ വിനോദിന്റെ കാല് പിടിച്ച് ഈ കാര്യം പറയാന്ന് പറഞ്ഞാൽ അത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം കണ്ടിട്ട് പോലും അവനെ മൈൻഡ് ചെയ്യാതെ പോയതാ. അവൻ ഒരുപക്ഷെ ക്യാബിനറ്റ് മിനിസ്റ്ററോട് പറയുവാണെങ്കിൽ മിക്കവാറും ഈ കമ്പനിയൊക്കെ വിൽക്കാതിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, കമ്പനി കൈമാറാനായിട്ട് ഒരു തീരുമാനം മോളിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നീങ്ങാനായിട്ട് തന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കില്ല. പക്ഷെ വിനോദനാണെ പറ്റും. അവന്റെ പൊളിറ്റിക്കൽ സ്വാധീനം ഉപയോഗിച്ച് അവനതൊക്കെ സാധിക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന്റെ ഉള്ള സമാധാനം പോയി. ഈ സമയം ചിപ്പിമോള് വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നു. പിന്നീട് ചിപ്പിമോളുടെ അടുത്ത് നിന്നിട്ട് ഇഷിത വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് സ്കൂളിലെ. അപ്പൊ ചിപ്പിമോള് പറഞ്ഞു, നല്ല വിശേഷമാ, എനിക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡോടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഭയങ്കര സ്റ്റാർ ആയെന്ന് പറയാ. ഇത് കേട്ടതും ഇഷിത പറഞ്ഞതേ, ഒത്തിരി വലിയ സ്റ്റാർ ആവുന്ന വേണ്ട കേട്ടോ, കുട്ടികളുടെ കൂടെ എല്ലാവരുടെ ഒപ്പം ഒരേപോലെ തന്നെ വേണം പെരുമാറാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിത ഒരു ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ഇഷിത പറഞ്ഞു, ഞാനേ മോൾക്ക് പാലെടുത്തോണ്ട് തരാന്ന് പറയണം. എനിക്കിപ്പോ വേണ്ടാന്ന് പറയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കുട്ടികളൊക്കെ പാലൊക്കെ കുടിക്കും, അറിയാലോ. പാല് കുടിച്ചാലല്ലേ പെട്ടെന്ന് വളരുള്ളൂ. അമ്മയുടെ പോലെ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ വേണ്ടേന്ന് വെക്കും. അതെ, എനിക്ക് പെട്ടെന്ന് വളരണ്ടാന്ന് പറയാ. അതെന്താ വേണ്ടാന്ന് പറയാ. എന്നാലേ ഈ പാല് കുടിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടം വരുമെന്ന് പറയാം. സങ്കടം വന്നാലെന്താ, അമ്മ കരയോന്ന് ചോദിക്കും. ഞാൻ കരയോന്ന് പറയാണ്. പിന്നെ രക്ഷിത വെറുതെ ഒരു കള്ളക്കരച്ചിൽ അഭിനയിക്കുകയാണ്. പെട്ടെന്ന് ചിപ്പിമോൾ ആ പാലൊക്കെ വാങ്ങിച്ചു കുടിക്കുകയാണ്. അതിനുശേഷം ചിപ്പിമോളോട് പറഞ്ഞു, അതെ ഇനി മോള് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണം. കുറെ സമയം പഠിപ്പിക്കുകയെല്ലാം ചെയ്തായിരുന്നു. അതെല്ലാം ശേഷമാണ് ഉറങ്ങിക്കോളാൻ പറയണേ. ആ സമയം ചിപ്പിമോള് ചോദിച്ചു, അല്ലമ്മേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്താ? അത് പിന്നെ എനിക്ക് മാത്രം എന്താ ഒരു ചേട്ടനോ അല്ലെങ്കിൽ അനിയനെയോ അനിയത്തിയോ ആരും ഇല്ലാത്ത? ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒന്നെങ്കിൽ ചേട്ടൻ കാണും, അല്ല അനിയത്തി കാണും, അനിയനോ അങ്ങനെ ആരെല്ലോ ഒക്കെ കാണുമെന്ന് പറയാം. ഇത് കേട്ടൻ ഇഷിത മനസ്സിൽ പറഞ്ഞു, ഇനിയിപ്പം അനിയനോ അനിയത്തിയോ അങ്ങനെ വേണമെങ്കിൽ മഹേഷ് ഇനിയിപ്പം വല്ല അവിഹിത ബന്ധത്തിലും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കേണ്ട വരുമെന്ന്. എന്താ അമ്മ പറഞ്ഞേ? ഒന്നുമില്ല, അമ്മ ചുമ്മാ ഓരോന്ന് ആലോചിച്ചാ. അതെ എനിക്കും വേണം കേട്ടോ ഒരനിയനോ അനിയത്തിയ. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, അതെ ചിപ്പിമോളൊരു കാര്യം ചെയ്യാം, ഡാഡി വരും പറഞ്ഞാൽ മതി എന്ന് പറയാം. ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്, ഡാഡി ഒന്നും പറയില്ല എന്ന് പറയണ. മോള് പറഞ്ഞു നോക്ക്. അല്ലാതെ ഇപ്പൊ അമ്മ എന്താ അതിന് മറുപടി പറയണേ? എനിക്ക് എന്താണ് ചിപ്പിമോള് മാത്രം മതി, എനിക്ക് വേറെ ഒരു പിള്ളേരും വേണ്ടെന്ന് പറയാം, എനിക്ക് എന്റെ ചിപ്പിമോള് മാത്രം മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോ ചിപ്പി പറഞ്ഞു, അതെ എനിക്ക് എല്ലാവരും കൂടെ കളിക്കാനൊക്കെ കൊതിയാവുക. ഞാൻ ഇവിടെ തന്നെയല്ലേ ഉള്ളൂ, അതിനെന്താ മോളോടൊപ്പം ഈ ഞാനില്ലേ, പിന്നെന്താ കുഴപ്പം? മോൾക്ക് കളിക്കണമെങ്കിൽ ഈ അമ്മേനെ വിളിച്ചാൽ മതി. എന്ത് കളിയാന്ന് പറഞ്ഞാൽ മതി, അമ്മ കൂടിക്കാളാം മോളോടൊപ്പം. പിന്നെ ഇവിടെ ഇതേ അച്ഛമ്മയുണ്ട്, അച്ഛച്ചനുണ്ട്, അവരെല്ലാം മോളോടൊപ്പം കൂടില്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തി സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കുവാണ്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് മഹേഷ് വരുന്നത്. മഹേഷിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഇഷിതയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. മുഖം എന്തോ വല്ലാതിരിക്കുന്ന പോലെ തോന്നി. പിന്നീട് ചോദിച്ചു, ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുക. ഈ വേണ്ടാന്ന് പറയാം. അതെന്താ? വിശക്കണില്ലാന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, വൈകുന്നേരം ഫുഡ് കഴിക്കാതെ കിടക്കരുത്. നീ വല്ല ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതുകൊണ്ടല്ല, ഫുഡ് കഴിക്കണം, ബാ ഞാൻ എടുത്തുതരാന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത പോയി മഹേഷിന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. പിന്നീട് ഇഷിത നോക്കിക്കഴിഞ്ഞാൽ മഹേഷ് ഇങ്ങനെ അധികം കഴിക്കണമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പരവിക്കൊണ്ടിരിക്കുക. ഇതെന്താ മഹേഷ് ഫുഡ് കഴിക്കാത്തെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശപ്പില്ലാന്ന്, നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും. ഞാൻ കഴിച്ചായിരുന്നു പറയണ. പിന്നീട് പാത്രമെല്ലാം കൂടെ വെച്ച് ഇഷിത മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം മഹേഷ് ഇങ്ങനെ ആലോചിച്ചു, ആദിത്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണോ ഇവളോട്? പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവൾ ആ കാര്യങ്ങളൊക്കെ അറിയും. അപ്പൊ തന്നോട് ചോദിക്കും, താൻ മുമ്പ് പറഞ്ഞാണ് അമ്മയോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയണോന്ന്. പക്ഷെ അമ്മ അത് പറഞ്ഞില്ല. അതിപ്പോ ആരുടെയും തെറ്റല്ല. ഇനിയിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? പിന്നീട് മുറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയോട് മഹേഷ് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. എന്ത് കാര്യം? അല്ല അത് കേട്ട് കഴിയുമ്പോൾ നീ എന്നോട് ദേഷ്യപ്പെടുമെന്ന് ചോദിക്കും. ദേഷ്യപ്പെടാനോ? ഞാനെതിരെ ദേഷ്യപ്പെടുന്നേ? കാര്യം എന്താന്ന് വെച്ചാൽ പറയാന്ന് പറയണ. അത് പിന്നെ എന്നും പറഞ്ഞ് നിർത്തുവാണ്. അത് ഇത്രയും കാലം നിന്നോട് മറച്ചു വെച്ച് എന്താണെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാനായിട്ടൊരു അവസരം കിട്ടിയില്ല. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള കല്യാണം തന്നെ പെട്ടെന്ന് തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയതായിരുന്നല്ലോ. അപ്പം ഞാനും നീയും തമ്മിൽ ഒന്നാകുന്ന പോലും ഞാൻ വിചാരിച്ച കാര്യമല്ല. പക്ഷെ
ഇനിയെങ്കിലും അതെനിക്ക് തുറന്നു പറയാതെ വയ്യാന്ന് പറയാം. അല്ല കാര്യം എന്താന്ന് പറ. പിന്നീട് മഹേഷ് പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു കേരള ചാപ്റ്റേഴ്സ് ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ അത് ആകാശ് മേനോൻ വാങ്ങുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ കുടുക്കാണല്ലോ മഹേഷ് വരാൻ പോണെന്ന് പറയാം. അതെ, അതിൽ നിന്ന് എങ്ങനെ തലയൂരണമെന്ന് അറിയില്ല എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു സാരില്ല, എന്തെങ്കിലും ഒരു വഴി കാണുമായിരിക്കും. ഒരു പക്ഷേങ്കിൽ ആരുടെയും ഹെൽപ്പ് ചോദിക്കുവാണെങ്കിൽ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. നോക്കട്ടെ, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറയാം. ആ സമയം ഇഷിത പറഞ്ഞു ചിപ്പിമോൾക്ക് പട വൈകുന്നേരം വിഷമമായിരുന്നു പറയണം. അല്ല കാര്യം എന്താ? ചിപ്പിമോൾക്കൊരു അനിയനോ അനിയത്തിയോ ഇല്ല, അതിന്റെ വിഷമമായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ മഹേഷും ഞെട്ടി. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ചേട്ടനുണ്ടല്ലോ, പക്ഷെ എങ്ങനെ പറയും? ഈ സമയം മഹേഷ് പറഞ്ഞു അത് എനിക്ക് പറയാനുള്ള ഇനിയിപ്പോൾ ആ കാര്യത്തെക്കുറിച്ചാന്ന് പറയണം. ഏത് കാര്യത്തെക്കുറിച്ച്? അതെ, എനിക്ക് ചിപ്പിമോളെ കൂടാതെ എനിക്ക് രചനയ്ക്ക് ഒരു മകനും കൂടെ ഉണ്ടെന്ന് പറയണം. ആകാശ് അല്ല മഹേഷ് എന്തൊക്കെയാ പറയണെന്ന് നിൽക്കും. അതെ ഇഷിതേ, ഒരു മോനും കൂടെ ഉണ്ടെന്ന് പറയണം. അവന്റെ പേര് ആദിത്യൻ എന്നാന്ന് പറയണം. എന്നിട്ട് എന്താ മഹേഷ് ഇത്രയും നാളും പറയായിരുന്നെന്ന് ചോദിക്കാം. അത് പറയാനൊരു അവസരം വന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണമെന്ന്. പക്ഷെ അവൻ ഇഷിതയോട് അത് പറയുകയും ചെയ്തില്ല. അവന് ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാം. എന്നിട്ടോ ഇപ്പൊ അവൻ ഇങ്ങോട്ട് വരുവാന്ന് തോന്നുന്നു. ഞാന് ആകാശിനെ രചനയും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കൂളിൽ വെച്ച് അവരോട് വന്നില്ലേ, അവന്റെ അഡ്മിഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരവിടെ വന്നിരിക്കുന്നത്. അവനെ സ്കൂളിലേക്ക് മാറ്റുമെന്ന് പറയണം. ഇത് കേട്ടതും ഇഷിതയുടെ ഞെട്ടലോട് ചോദിച്ചു എന്തൊക്കെയാ മഹേഷ് പറയണേ? എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ ആയിട്ടും ചിപ്പിമോളോട് പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല? പിന്നീട് മഹേഷ് ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ പറയണം. അവന്റെ സ്വഭാവത്തെക്കുറിച്ചും രചന അവനെ സ്വാധീനിച്ചതും പിന്നീട് ആകാശ് അവന്റെ അങ്കിളായതും എല്ലാ കാര്യങ്ങളും പറയണം. അവനെ ആകാശം എന്ന് വെച്ചാൽ ജീവന. കാരണം ആകാശ് അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കും. കുട്ടികളെ സംബന്ധിച്ച് അത് അവർക്ക് പ്രധാനമാണല്ലോ. അവരാഗ്രഹിച്ച കാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നവരോട് പ്രത്യേക ഒരു സ്നേഹവും വാത്സല്യവും കാണും. സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞാൽ പോലും അവര് ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും. പക്ഷെ അവര് പറയുവാണെങ്കിൽ ആ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളെല്ലാം കണ്ട് തന്നെ അവരെ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷെ മഹേഷ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയുടെ കണ്ണെറിഞ്ഞു. അന്ന് എന്നെ കൊണ്ട് അതൊന്നും സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴെന്റെ മോൻ എന്ത് പറഞ്ഞാലും എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷെ രചന അവനെ മനഃപൂർവ്വം അവൻ്റെതാക്കി മാറ്റുകയോ ചെയ്തേ. പിന്നെ കോടതി എന്നുള്ള ഉത്തരവും എല്ലാം കൂടി ഞാൻ തകർന്നു പോയി എന്നൊക്കെ പറയണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിതയ്ക്ക് മനസ്സിലായി മഹേഷ് എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് ഇത്രയും കാലം. ഇഷിത പറഞ്ഞു സാരമില്ല, എനിക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല. അല്ല ഞാനിത് പറയാതിരുന്നതിൽ വിഷമമുണ്ടോന്ന് ചോദിക്കും. കുഴപ്പമില്ല, മഹേഷിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ചിപ്പിമോൾക്ക് ഒരു ഏട്ടനുണ്ടാന്ന് പറയുമ്പോൾ അവൾക്ക് എന്തുമാത്രം സന്തോഷമാണെന്ന് അറിയാവോ? എന്നിട്ട് മഹേഷ് പറഞ്ഞു ഒരു കാരണവശാലും ചിപ്പീനെ അവന് അനിയത്തിയായിട്ട് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ കണ്ടപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോഴെങ്ങനെയാന്ന് എനിക്കറിയില്ല. കുറെ കാലമായി ഞാൻ അവനെ കണ്ടിട്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു സാരമില്ല, ഇനിയിപ്പം മഹേഷിന് അവനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ പോയി കാണാന്ന് പറയണം. മഹേഷ് പറഞ്ഞില്ല, ഒരിക്കലും അവൻ എന്നെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ പറയാണ്. പിന്നീട് രാത്രിയില് അവനെയും കൊണ്ട് ആദിത്യനെയും കൊണ്ട് ആകാശ് വീട്ടിലേക്ക് വരുവാണ്. ആ സമയം രചന കാത്തു വയ്ക്കുന്നുണ്ടായിരുന്നു. മോനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ല സന്തോഷമായിരുന്നു. ആദിത്യം വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അമ്മയെന്നും വിളിച്ചോണ്ട്. മോനെ എത്ര നാളെ എൻ്റെ മോനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് പറഞ്ഞു മോൻ അടുത്തോ, മോൻ എന്താ കഴിക്കാൻ വേണ്ടി നിൽക്കുക? ഇപ്പൊ എനിക്കൊന്നും വേണ്ട, വരുന്ന വഴിക്കാ അങ്കിൾ എനിക്കെല്ലാം വാങ്ങിച്ചു തന്നായിരുന്നു പറയണം. അപ്പോഴേക്കും ആകാശം വന്നു. ആകാശിനെ കണ്ടത് ഒത്തിരി സന്തോഷമായി രചന പറഞ്ഞു ഈ സന്തോഷം എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ആകാശേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മുറിയിലേക്ക് പോവാണ്. ഈ സമയം രജനി ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കോ. എനിക്ക് അവിടെ ഭയങ്കര ബോറടി അമ്മേ, എനിക്ക് ഊട്ടി പഠിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രജന പറഞ്ഞു അങ്ങനെ മോനും മടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ അഡ്മിഷൻ ശരിയാക്കാം. മോൻ ഇവിടെ നിന്ന് പഠിക്കാൻ ഇഷ്ടമാണെന്ന് ചോദിക്കും. അതെ, എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് അമ്മയുടെ അങ്കിളിന്റെ കൂടെ നിൽക്കാമല്ലോ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കാന്ന് പറയാം. പിന്നീട് രചന പറഞ്ഞു അതെ, മോനെ ഡാഡിയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും പറഞ്ഞു എനിക്ക് അയാളെ കാണണ്ടാന്ന് പറയണം. അയാളെക്കുറിച്ച് പറയുന്ന കേൾക്കുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല. എൻ്റെ ഏറ്റവും വലിയ ശത്രു അയാള്. എൻ്റെ അമ്മേനെ അയാൾ ദ്രോഹിക്കുന്നുണ്ടായിരുന്നില്ലേ, ഞാൻ അറിഞ്ഞു. അങ്കിൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വളർന്നു വരുന്ന എന്തിനാണെന്നറിയാവോ? എൻ്റെ ആ ഡാഡി എന്ന് പറയുന്ന ആ ദുഷ്ടനോട് പകരം ചെയ്യാനായിട്ടാ, പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു അപ്പം അത് മാത്രമല്ല, ദേ ഒരു അനിയത്തിയും കൂടെ ഉണ്ടെന്ന് പറയണം. അനിയത്തിയാ? അതെ, നിനക്കറിയാലോ. ഓഹോ, അപ്പോൾ അവള് മഹേഷിന്റെ കൂടെയാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം അവളെ ഇവിടെ കൊണ്ടുവരാനായിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു തൽക്കാലത്തേക്ക് മോൻ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ കിടത്തിയിട്ട് പിന്നീട് മുറിയിലേക്ക് ചെല്ലുമ്പത്തേനും ആകാശ് പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പൊ സന്തോഷമായെന്ന് ചോദിക്കാം. സന്തോഷമായി. ചിപ്പിമോളെ നഷ്ടപ്പെട്ട പോലെ എനിക്ക് ഒരിക്കലും അവനെ നഷ്ടപ്പെടാൻ പോകുന്നില്ല.
കാരണം അവൻ എൻ്റെ മോനാണ്. അവൻ്റെ ഡാഡി എന്ന് പറഞ്ഞാൽ അവൻ അത്രയ്ക്ക് കലിപ്പാന്ന് പറയാണ്. അത് നന്നായി, അവനെ വെച്ച് വേണം നമുക്കിനിയുള്ള കളികളൊക്കെ കളിക്കാനായിട്ട് എന്ന് പറയാണ്. പിന്നീട് എന്ത് ചെയ്യണം, പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പം പ്രിയാമണി പതിവ് പോലെ എന്ത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് പുറത്തേക്ക് വരുവാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്താണ് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. സ്വപ്നവല്ലി രാവിലെ തന്നെ നന്ന മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് ഇറങ്ങി വരുന്ന ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും പ്രിയാമണി ചോദിച്ചു, ആഹാ ഇത് കൊള്ളാലോ, രാവിലെ എന്താ വല്ല പ്രച്ഛന്ന വേഷം മത്സരത്തിന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും പ്രിയാമണിനെ സ്വപ്നവല്ലി ഒന്ന് നോക്കി. ആ സമയം ഇഷിത അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇഷിതയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ രംഗം നടക്കുന്നു. പെട്ടെന്ന് ഇഷിത പറഞ്ഞു, അതേ അമ്മേനെ കണ്ടോ, നല്ല സുന്ദരിയായിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പ്രിയാമണിയുടെ അന്താളിപ്പോട് കൂടി ഇഷിതനെ നോക്കുകയാണ്. അമ്മേ ബ്യൂട്ടി കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോവാന്ന് പറയണേ. ബ്യൂട്ടി കോമ്പറ്റീഷനിലോ? അതെ. എന്താ എൻ്റെ അമ്മേനെ കാണാൻ ഇപ്പോഴും സുന്ദരിയല്ലേന്ന് ചോദിക്കും. കാരണം ഇഷ്ടത് സോപ്പിട്ട് വെച്ചിരിക്കുന്നായിരുന്നു. ഇഷ്ടതയ്ക്ക് അറിയാം സ്വപ്നവല്ലിനെ വീഴിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി പറഞ്ഞാൽ മതിയെന്ന്. മഞ്ജിമ ഓരോ തന്ത്രങ്ങളൊക്കെ പയറ്റുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇഷ്ടത ഉപയോഗിച്ചിരുന്ന മാർഗം അതായിരുന്നു. ആ സമയം പ്രിയാമണി പറഞ്ഞു, അത് കൊള്ളാം, ഉറപ്പായിട്ട് പോയിട്ടുണ്ട്, പ്രൈസ് കിട്ടുമെന്ന് പറയാം. ആ സമയം സ്വപ്നവല്ലി പറഞ്ഞു, ഓ ഇപ്പോഴെന്റെ സൗന്ദര്യം കുറച്ച് പോയതാ, നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്റെ സൗന്ദര്യത്തിൽ വീണല്ല എന്റെ രാമൻ എന്നെ കല്യാണം കഴിച്ചെന്ന് ചോദിക്കാം. എന്നിട്ടപ്പോൾ ഇഷ്ടത്തേക്ക് ചിരി വന്നു. ഇഷ്ടത്തെ പ്രിയാമണിയെ നോക്കി ചിരിക്കുകയാണ്. പ്രിയാമണിക്ക് ചിരി വന്നിട്ട് പ്രിയാമണി പറഞ്ഞു, അത് ശരിയാ, ഇപ്പോഴും നല്ല സൗന്ദര്യം തന്നെയുണ്ട് സ്വപ്നവല്ലിക്ക്. സ്വപ്നവല്ലി പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് സ്വപ്നവല്ലിക്ക് തന്നെ കിട്ടുമെന്ന് പറയാം. സ്വപ്നവല്ലി കിട്ടുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.